ഏകദേശം 10-70 വർഷം പഴക്കമുള്ളൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ കാലപ്പഴക്കത്തിൻ്റെ അസൗകര്യങ്ങൾ വന്നപ്പോൾ അത് പൊളിച്ചു മാറ്റിയാണ് പുതിയ വീട് പണിതത്. ആ വീട് പൊളിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് മണ്ണ് മാറ്റിയപ്പോഴാണ് ഇവിടെ ഒരു നിധി ഒളിഞ്ഞു കിടക്കുന്ന കാര്യം ഇവർ അറിഞ്ഞത്. ഇവിടെ ധാരാളം പാറയുണ്ട്. ഇവർക്ക് വീടിന് പുറത്ത് പോകാൻ ആഗ്രഹമില്ല, എപ്പോഴും അകത്തിരിക്കുക, ഇങ്ങനെ എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ. ഈ വീടിന്റെ ഇന്റീരിയറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഭയങ്കര കഠോരമായിട്ടുള്ള ജിപ്സം സീലിങ്ങോ കടും നിറങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. വളരെ പ്ലെയിൻ ഡിസൈനാണ്, വളരെ സമാധാനമുള്ള ഒരു ഡിസൈനാണ്. ഇപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ഒരു സ്ലൈഡിംഗ് അൾജീരിയൻ വിൻഡോ തുറന്ന് നമുക്ക് ഇവിടുത്തെ പാറ്റിയോ സ്പേസിലേക്ക് കടക്കാം. നമസ്കാരം. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കാറുണ്ട് സ്വപ്ന വീടിലേക്ക് എങ്ങനെയാണ് വീടുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന്. പല രീതിയിലാണ്. കൂടുതലും ആർക്കിടെക്ട്സും ഡിസൈനേഴ്സും അവരുടെ പ്രോജക്ട്സ് ഫ്യൂച്ചർ ചെയ്യാമോ എന്ന് ചോദിച്ച് നമുക്ക് അയച്ചു തരുന്നതെന്നും തിരഞ്ഞെടുക്കുന്നതാണ്. നല്ല പ്രോജക്ട്സ് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും സമീപിക്കാറുണ്ട്. ഇനിയും വീട്ടുകാർ അവരുടെ വീട് പണി കഴിയുമ്പം ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ച് നമ്മളെ സമീപിക്കാറുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പം വളരെ യാദൃച്ഛികമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ചില വീടുകളുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ അത്ര ഒരു വീടാണ്. നമ്മൾ വേറൊരു പ്രോജക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് കോട്ടയം കരിമ്പാനി എന്ന പ്രദേശത്തേക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്തപ്പം അങ്ങ് മുകളിൽ മനോഹരമായൊരു വീട് കണ്ടു. അങ്ങനെ നമ്മൾ കയറി ചോദിച്ച് അങ്ങനെ നമ്മൾ ഇന്ന് ആ വീട് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ എളപ്പാനി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെയുള്ള സിസിലിയുടെയും കുടുംബത്തിൻ്റെയും വീടാണ്. ഏകദേശം 30 സെന്റിൽ 3300 സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിൽ ഒറ്റ നിലയിൽ ഒരുക്കിയൊരു വീട്. ഒറ്റ വാചകത്തിൽ പുതിയ കാലത്തിന് യോജിക്കുന്ന ഒരു വീടെന്ന് തന്നെ പറയണം. അതെന്താണെന്ന് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ റോഡിൽ നിന്നും അല്പം ഉയരത്തിൽ കിടക്കുന്ന നല്ല കണ്ണായ ഒരു പ്ലോട്ടാണ്. റോഡിൽ നിന്നും നല്ല വ്യൂ ആണ് ഈ വീട്ടിലേക്ക്. ഏകദേശം 10-70 വർഷം പഴക്കമുള്ളൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ കാലപ്പഴക്കത്തിൻ്റെ അസൗകര്യങ്ങൾ വന്നപ്പോൾ അത് പൊളിച്ചു മാറ്റിയാണ് പുതിയ വീട് പണിതത്. എൻ്റെ പേര് സിസിലി. എനിക്ക് 4 ആൺമക്കളാണ്. അവർ 2 പേര് വെളിയിലാണ്, പിന്നെ 2 പേര് ഇവിടെയുണ്ട്. ഇപ്പോൾ ഇവൻ്റെ പേര് ജെഫിൻ. അവൻ്റെ പഠിത്തം കഴിഞ്ഞ് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും ഇളയാൾ ബികോമിന് പഠിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു പഴയ വീടായിരുന്നു. അപ്പം ഞങ്ങൾക്കത് പൊളിച്ചിട്ട് ഒരു പുതിയ വീട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പം ഞാൻ മാത്രമേ ഈ വീട്ടിലുണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും. അപ്പം അത് വൃത്തിയാക്കത്തക്ക രീതിയിൽ അങ്ങനെ സ്റ്റെപ്പ് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒറ്റനില വീട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തത്. അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. ഞങ്ങൾ 4 ബ്രദേഴ്സായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത് ഹോം വർക്കൊക്കെ ചെയ്തത്. ഞങ്ങൾ തന്നെയാണ് എല്ലാ ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് പോയി സെലക്ട് ചെയ്യുകയും നോക്കിയെടുക്കുകയും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ഞങ്ങൾ 1 വർഷമായിട്ട് ഞങ്ങൾ വീടിൻ്റെ പുറകെ തന്നെയായിരുന്നു നിന്നത്. അപ്പം അതിൻ്റെ എല്ലാ ഗുണങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. വീട്ടിലെ ഒരു ഇടത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം, ആ ഇടത്തിൻ്റെ പ്രാധാന്യമൊക്കെ അനുസരിച്ചാണ് ആ ഒരു സ്പേസിൻ്റെ വലിപ്പം പലപ്പോഴും നിർണ്ണയിക്കപ്പെടുന്നത്. പഴയ കാലത്തൊക്കെ വീട്ടിൽ വലിയ വിശാലമായ പൂമുഖവും ഉമ്മറവും ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ അവിടെ നിന്ന് സൊറയൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ കാലത്തിലേക്ക് വരുമ്പം പല വീടുകളിലും ആൾക്കാരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇരുന്ന് സൊറ പറയാനുള്ള സമയമൊന്നും പലർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ പുതിയ കാല വീടുകളിൽ പലപ്പോഴും സിറ്റ് ഔട്ടുകളുടെ വലിപ്പം കുറയാറുണ്ട്. എന്നാൽ ഈ വീട്ടിലേക്ക് വരുമ്പോൾ സ്ഥിതി ഇച്ചിരി വ്യത്യസ്തമാണ്. കാരണം റോഡിലെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശത്താണ് ഈ വീടിരിക്കുന്നത്. ഇവിടെ നിന്ന് റോഡിലേക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചത്. ഇവിടെ മുന്നിൽ തന്നെ വീടിൻ്റെ ആ ഒരു വെള്ള നിറത്തിന് കോൺട്രാസ്റ്റ് ലഭിക്കുന്ന രീതിയിൽ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടൊരു ക്ലാഡിംഗ് വോൾ ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. വീടുകളിൽ നിശബ്ദമായൊരു ട്രെൻഡ് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അത് വാതിലുകളിലാണ്. പണ്ട് എത്ര ചെറിയ വീടാണെങ്കിലും പ്രധാന വാതിൽ പ്രൗഢിയും സുരക്ഷയും ഒക്കെ കരുതി തേക്കിൽ തന്നെ വേണമെന്ന് ഒരുപാട് പേർക്ക് നിഷ്കർഷ ഉണ്ടായിരുന്നു. അതിപ്പം മാറി വരികയാണ്. ഈ വീട്ടിൽ തടിയുടെ ഡോർ ഉപയോഗിച്ചിട്ടേ ഇല്ല. എല്ലായിടത്തും പ്രധാന വാതിലടക്കം സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം വിശാലമായ ഒരു ഡോറാണ്. ഒരു പിവറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സോഫ്റ്റ് ക്ലോസിംഗ് ആയിട്ടുള്ളതാണ്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഹോൾഡായി നിൽക്കുന്ന രീതിയിലൊരു ഡോറാണ്. പ്രധാന വാതിൽ തുറന്നു കയറുന്നത് നല്ല മനോഹരമായിട്ട് ഒരുക്കിയ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് ആണ് ഈ ഒരു ഏരിയയിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മളങ്ങനെ അധികം വീടുകളൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ടീപ്പോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഡെക്കർ എലമെന്റ്സ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ പുസ്തകങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു വിശാലതയുടെ അനുഭവം ലഭിക്കുന്നു. വീടിന്റെ അകത്തളങ്ങൾ ഭംഗിയാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് പ്രധാന ഒരു പങ്കുണ്ട്. ഇപ്പോൾ ഇവിടെ കോമൺ ഏരിയാസിലെല്ലാം 6x3 ബിഗ് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത്. ജോയിൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ള സ്പേസ് പരമാവധി വിശാലമായിട്ട് തോന്നിക്കാൻ അത് ഉപകരിക്കുന്നുണ്ട്. ഇപ്പം ചുവരുകൾ ക്രീം നിറമാണ്, സീലിംഗ് വെള്ള നിറമാണ്. അതിനോട് നന്നായിട്ട് ബ്ലെൻഡായി നിൽക്കുന്ന ഒരു കളർ തീമാണ് ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടും പ്രെയർ സ്പേസും കിച്ചനും ഒഴിച്ച് ബെഡ്റൂംസ് അടക്കം ബാക്കി കോമൺ ഏരിയകളിലെല്ലാം ഇതേ ഒരു ഫ്ലോർ പാറ്റേൺ ആണ് പിന്തുടരുന്നത്. അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളെന്ന് പറയാം: സിറ്റ് ഔട്ട്, ഫോർമൽ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ,
4 ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഈ ഒരു പ്രയർ കം കോർട്ട്യാർഡ് സ്പേസ്. ഇത്രയുമാണ് ഏകദേശം 3300 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ട്. യുണൈറ്റഡ് സെപ്റ്റിക് ടാങ്ക്, വിവിധ വലുപ്പത്തിൽ, ലോ കോസ്റ്റ്, ഈസി ടു ഇൻസ്റ്റോൾ, ഗ്യാരണ്ടീഡ് സെപ്റ്റിക് ടാങ്ക്. അപ്പം ഞങ്ങൾക്ക് വീട് പണിയുന്നതിന് മുമ്പേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്യണമെന്നുള്ളത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് നന്നായിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. ശരിക്കും ഞങ്ങളൊരു വീടിന്റെ ഹൃദയമായിട്ടാണ് ഞങ്ങൾ കൂട്ടിയേക്കുന്നത്. ഇപ്പം പ്രാർത്ഥിക്കാനൊരു ഏരിയ ആയിട്ടും പിന്നെ ഞങ്ങൾക്കൊരു ഇരിക്കാനുള്ള സ്പേസ് ആയിട്ട് ഏറ്റവും പീസായിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾക്കിത് ശരിക്കും. അതുപോലെ ഞങ്ങൾ സൈറ്റിൽ കിടന്ന ആ കല്ല് തന്നെ ഞങ്ങൾ തന്നെ എടുത്ത് വെക്കുമായിരുന്നു. ഈവനിങ് ഒക്കെ വന്നിരിക്കാനും പൊക്കത്തപ്പം ഞങ്ങൾ ഒരു റൗണ്ടും കൂടി കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ആക്കി. പിന്നെ ക്ലാഡിങ്ങും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏരിയ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ പഴയ വീടും ഇതുപോലെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താനും എല്ലാമായിട്ടും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ പുതിയ വീട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ 4 ആൺമക്കളാണ്. അവർക്ക് 4 പേർക്കും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താനും എല്ലാം ഞങ്ങൾക്ക് ഓപ്പൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൺസെപ്റ്റാണ് ഇത് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം ഞങ്ങൾ പുറത്തോട്ട് വന്നാലും ഞങ്ങൾ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊരു ഇച്ചിരി സമാധാനം വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് വീടിന് പുറത്ത് പോകാൻ ആഗ്രഹമില്ല, എപ്പോഴും അകത്തിരിക്കുക, ഇങ്ങനെ എല്ലാവരും കൂടെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളിങ്ങനെ. ഒരു ഡിസൈനാണിത് ശരിക്കും. പിന്നെ ഞങ്ങൾക്ക് റൂമിൽ മാത്രം പ്രൈവസി മതി എന്നാണ്, റൂമിലോട്ട് കയറി മാത്രം പ്രൈവസി മതി. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീടായിട്ടാണ് ഞങ്ങൾ കണ്ടേക്കുന്നത്. നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോകുന്ന മിക്ക വീടുകളിലും ഇപ്പം കാണുന്ന ഏറെ ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഓപ്പൺ തീം എന്ന് പറയുന്നത്. അതായത് അനാവശ്യ പാർട്ടീഷനുകളും പ്രൈവസിയും എല്ലാം ഒഴിവാക്കി ഇടങ്ങളെല്ലാം പരസ്പരം വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചെറിയ സ്ക്വയർ ഫീറ്റിലും പരമാവധി വിശാലത തോന്നിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇടങ്ങൾ പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട്ടുകാർ തമ്മിൽ ഒരു ആശയവിനിമയവും ഇഴയെടുപ്പവും നിലനിൽക്കും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അപ്പോൾ ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ്. 2 ഭീമൻ കാലുകളാണ് അതിനുള്ളത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ വേർതിരിക്കുന്നതിനായിട്ട് ഫ്ലോറിങ്ങിൽ ഈ ഒരു ഭാഗത്ത് മൊറോക്കൻ സീരീസ് ടൈൽസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ്ങിന് പാരലായിട്ട് മുകളിൽ ഒരു വാം ടോൺ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ ഒരു ശാഖോ. ഇവനും നമ്മളെ വീട്ടിലെ ഒരു അംഗം പോലെയാണ് നമ്മൾ നോക്കുന്നത്. ഞങ്ങൾ 4 പേരും. ഇവനും 5ാമത്തെ ഒരാളാണ് ഞങ്ങളുടെ കൂടെ. ഇനും ഇവൻ്റെ അമേരിക്കൻ പുള്ളി നമ്മുടെ അടുത്ത കൂട്ടാണ്. വേറെ ആൾക്കാർ വന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഡൈനിങ്ങിലേക്ക് തുറന്ന ഒരു ഓപ്പൺ കിച്ചൺ ആണ്. ഈ ഒരു എൻട്രി പോയിന്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം. മിക്ക ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും പൊതുവായിട്ട് കാണുന്നത് ഈ ഒരു ഭാഗത്ത് WPCയുടെ ഒരു ഫ്ലൂട്ടഡ് പാനലിംഗ് കാണും. അത് കണ്ട് ഒരു ആവർത്തന വിരസമായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊരു വ്യത്യസ്തത വേണം എന്ന് ആഗ്രഹിച്ചാണ് ഇവർ ബോധപൂർവം ഇവിടെ ഒരു ടെറാക്കോട്ട ജാളിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപാലനം കണക്കിലെടുത്ത് ഒരു ഇടത്തരം കിച്ചണാണ് ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 12x10 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പൊതുവെ കിച്ചൻ്റെ ഫർണിഷിങ്ങിലൊക്കെ ഒരുപാട് ചിലവ് അധികരിക്കാറുണ്ട്. ഇവിടെ ചിലവ് പിടിച്ചു നിർത്താനായിട്ട് ഫെറോ സിമെന്റ് സ്ലാബ് വാർത്ത ശേഷം അതിൽ അലൂമിനിയം കോമ്പോസിറ്റ് പാനലിലാണ് ക്യാബിനറ്റ്സ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ 2 കളർ തീമുള്ള ക്യാബിനറ്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഒരു വുഡൻ ഫിനിഷും താഴെ ഒരു ഒലിവ് ഗ്രീൻ ഫിനിഷും. കൗണ്ടറിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു സ്പ്ലാഷ് ബാക്ക് ഒരു ഡിജിറ്റൽ ടൈല് വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ കിച്ചണിൽ ഫ്ലോറിംഗ് ഒരു വുഡൻ ഫിനിഷുള്ള ടൈലാണ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ഹോം ടൂർ ചെയ്യുമ്പോൾ വർക്ക് ഏരിയ ഒന്നും അങ്ങനെ ഇത് കാണിക്കാറില്ല. മിക്കതും അലങ്കോലമായിട്ട് കിടക്കുമായിരിക്കും. പക്ഷേ എന്നാൽ ഇവിടെ നല്ല വൃത്തിയിൽ തന്നെ വർക്ക് ഏരിയ കിടപ്പുണ്ട്. മെയിൻ കിച്ചണിന്റെ അതേ ഒരു ഡിസൈൻ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതേ കളർ സ്കീമാണ്. ധാരാളം ക്യാബിനറ്റ്സ് ഉണ്ട്. ഇത് ഫെറോ സിമെന്റിൽ ACPയിൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ബേ വിൻഡോ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം കറിക്കരിയാനോ പാചകത്തിനിടയ്ക്ക് ഒന്ന് വിശ്രമിക്കാനോ ഒക്കെ ഈ ഒരു ഏരിയ ഉപയോഗപ്പെടും. ഗ്രില്ലില്ലാത്ത വിൻഡോസ് ആണ്. എന്നാൽ പൂർണ്ണമായിട്ട് ഗ്രില്ലില്ലാത്തതെന്ന് പറയാനൊക്കില്ല. ഈ ഒരു ഗ്ലാസിനൊപ്പം സുരക്ഷയ്ക്കായിട്ട് ഗ്രിൽസ് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഈ ഒരു ഏരിയയുടെ എന്താണ് പ്രത്യേകത? അതുപോലെ ഇവിടെ ഒരു പാറ്റിയോ കൊടുത്തിട്ടുണ്ട്. അതിപ്പം നമുക്ക് ഇവിടെ നിന്ന് പാചകം ചെയ്യുമ്പോൾ തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവരോട് സംസാരിക്കാനും അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പാറ്റിയോടെ കുറച്ച് വർക്കുകൾ ഇനി അവിടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ഒരു സ്ലൈഡിംഗ് അൾജീരിയൻ വിൻഡോ തുറന്ന് നമുക്ക് ഇവിടുത്തെ പാറ്റിയോ സ്പേസിലേക്ക് കടക്കാം. പാറ്റിയോടെ കുറച്ച് വർക്കുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഏകദേശം ഒരു 14x12 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഈ വീട്ടിലെ എല്ലായിടത്തും BLDC ഫാൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പവർ കൺസപ്ഷൻ നല്ലൊരു രീതിയിൽ കുറയ്ക്കാനായിട്ട് അത് ഉപകരിക്കുന്നുണ്ട്. നമുക്കത് റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാം. എല്ലാ ബെഡ്റൂംസിനും അനുബന്ധമായിട്ട് സ്ലൈഡിംഗ് അൾജീരിയൻ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് പിൻവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങാം. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലെത്തും. ഇതാണ് എൻ്റെ ബെഡ്റൂം. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു. നല്ല ലൈറ്റ് കളറിലെല്ലാം ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഒരു ബാത്റൂമും ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ബെഡ്റൂമാണ് എനിക്ക് മക്കളുണ്ടാക്കി തന്നത്. അതിൽ ഭയങ്കര സന്തോഷം.
ഇതെൻ്റെ റൂമാണ്. അപ്പം ഞാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ബെഡെല്ലാം ഞാൻ കസ്റ്റം ചെയ്തേക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഇരിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എപ്പോഴും കട്ടിലേക്ക് കയറി കിടക്കാണ്ട് സൈഡിൽ വന്ന് ഇരിക്കാം. ഇവിടെ പിന്നെ ബേ വിൻഡോ നമ്മൾ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇരിക്കാനും. പിന്നെ നമുക്ക് ഓപ്പണായിട്ട് ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റിയ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല വ്യൂ ഉണ്ട്. വൈകിട്ടൊക്കെ ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ നൈസാണ്. അപ്പം സേഫ്റ്റി ഉണ്ട് നമുക്ക്, പ്ലസ് നമുക്ക് വ്യൂവും കിട്ടും. അപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂമുകളുടെ ഒക്കെ ലേഔട്ട് ഏതാണ്ട് സെയിം ആണ്. ഇത് ഏകദേശം ഒരു 14x12 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. സിമ്പിൾ തീമിൽ ഒരുക്കിയ ഒരു ബെഡ്റൂമാണ്. ഒരു ക്യൂൺ സൈസ് കോട്ട്, ഇവിടെ ഒരു ഇൻബിൽ സീറ്റിംഗ് ഉള്ള ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ വീടിന്റെ ഇന്റീരിയറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഭയങ്കര കഠോരമായിട്ടുള്ള ജിപ്സം സീലിങ്ങോ കടും നിറങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. വളരെ പ്ലെയിൻ ഡിസൈനാണ്, വളരെ സമാധാനമുള്ള ഒരു ഡിസൈനാണ്. ഇവിടെ തന്നെ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ നേരിട്ട് തന്നെ കോബ് ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഒരു സ്ലൈഡിങ് അൾജീരിയൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് വശത്തെ മുറ്റത്തേക്ക് ഇറങ്ങാം. പൊതുവെ നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന മിക്ക വീടുകളുടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒന്ന് ഇന്റർലോക്ക് അല്ലെ നാച്ചുറൽ സ്റ്റോൺ ഒക്കെ ആയിരിക്കും വിരിച്ചിട്ടുണ്ടാകുക. എന്നാൽ ഇവിടെ വ്യത്യസ്തമായിട്ട് ബേബി മെറ്റൽ വിരിച്ചിരിക്കുകയാണ്. ബാക്കി കുറച്ച് ഭാഗം സ്വാഭാവികമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങി വീടിന്റെ പുറത്തെ ലൈറ്റുകളൊക്കെ തെളിയുമ്പോൾ വീടും ചുറ്റുപാടും കാണാൻ നല്ല ഭംഗിയാണ്. ശാന്തം, സുന്ദരം, മനോഹരം. നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ പറഞ്ഞ് ക്രിഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും പറയുകയാണ്, ഒരു നില വീടുകളുടെ വസന്തകാലമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് കേരളത്തിൽ വീട് നിർമ്മിക്കുന്ന 10-7 മലയാളികളെങ്കിലും ഇപ്പോൾ ഒറ്റനില വീടുകളാണ് നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ പുതുതായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഭൂരിഭാഗം വീടുകളും ഇപ്പോൾ ഒറ്റനില വീടുകളാണ്. അപ്പോൾ കേരളത്തിന്റെ മാറിയ ഈ ഒരു കാലഘട്ടത്തെ, മാറിയ സാമൂഹിക സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വീടുകൾ കൂടുതലായിട്ട് ഉയരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ 30 സെന്റിൽ 3300 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ അതിമനോഹരമായി ഒരുക്കിയ ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളാക്കി രേഖപ്പെടുത്തൂ. മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.